Hello all, it's me Dr. drsiddeequemelmuri, Assistant Professor, University of Calicut. State Tax Officer, UGC Net JRF exam for Commerce, Set Commerce examine prepare ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോയുടെ നാലാമത്തെ പാർട്ടിലാണ് നമ്മൾ ഇന്നുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ മുമ്പ് നമ്മൾ ചെയ്തത് സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയയാണ്. അതിലെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കതിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് എന്ന ഏരിയയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് നോക്കാം. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ്, അതായത് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്നും ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന രീതിയിൽ നമുക്ക് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിന് ഏതൊക്കെ ക്ലാസിഫിക്കേഷനാണ്, അത് നമ്മൾ മുമ്പ് പഠിച്ച പല ടൈപ്പിലൂടെ വന്നിട്ട് അതിൽ ഈ പറയുന്ന രണ്ട് ഓപ്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. അല്ലെങ്കിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇക്വിറ്റി ഷെയർസ് ഓണർഷിപ്പ് സെക്യൂരിറ്റീസിലാണ് വരിക. പ്രിഫറൻസ് ഷെയർസും നമുക്ക് ഓണർഷിപ്പ് സെക്യൂരിറ്റീസിലാണ് വരിക. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തരിക, കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിൽ വരാത്തത് ഏത് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഐറ്റംസ് വേറെ തരും. അപ്പോൾ അത് ഓണർഷിപ്പ് ക്രെഡിറ്റർഷിപ്പ് എന്ന രീതിയിൽ ക്ലാസ് ചെയ്യും. അതിൽ തന്നെ ഓണർഷിപ്പ് സെക്യൂരിറ്റിയെ നമുക്ക് ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. അതേപോലെ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് നമുക്ക് ആ കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇവിടെ നിന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡ് അല്ലെങ്കിൽ വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് എന്ന രീതിയിൽ വരാം. അപ്പോൾ അവിടെ ഓപ്ഷൻ ഉണ്ടാവുക ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ഡെബഞ്ചേഴ്സ്, ദെൻ വേറെ എന്തെങ്കിലും ബാങ്ക് ലോൺസോ അല്ലെങ്കിൽ എന്തെങ്കിലും അതല്ലാത്ത നമ്മൾ മുമ്പ് പഠിച്ച എന്തെങ്കിലും എലമെൻറ്റ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, സോ അപ്പോൾ കോർപ്പറേറ്റ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ബേസിക് സംഭവം. അപ്പോൾ ഇതിൽ ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ നോക്കണം. ഓണർഷിപ്പ് സെക്യൂരിറ്റീസ് നമുക്ക് ഇതിനെ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന രീതിയിൽ പറയാം. അപ്പോൾ ക്യാപിറ്റൽ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഇക്വിറ്റി ഷെയർസ് അതേപോലെ പ്രിഫറൻസ് ഷെയർസ് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് ഓണേഴ്സ് ക്യാപിറ്റൽ, കമ്പനിയുടെ ഓണേഴ്സിൻ്റെ ക്യാപിറ്റലാണ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ capital, it is that part of share that represent the owners capital of the company, and the equity shareholders are the real owners of the company, and these equity shareholders have a control over the working of the company. That means equity shareholders are paid dividend after paying into the preference shareholders, and also they have maybe paid higher rate of dividend. ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഹൈ റേറ്റ് കിട്ടാൻ അർഹത ഉള്ളത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ്. ആൻഡ് സംടൈംസ് ദേ മേ നോട്ട് ഗെറ്റ് എനിത്തിങ്. രണ്ടിനും സാധ്യത, റിസ്ക് ഉണ്ട്, അതിനനുസരിച്ച് റിവാർഡും ഉണ്ടായിരിക്കും എന്നകത്ത്. ഓക്കെ, സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് സെക്യൂരിറ്റി ആണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. സോ പ്രിഫറൻസ് ഷെയർസ് ഈസ് എ കൈൻഡ് ഓഫ് ഓണർഷിപ്പ് സെക്യൂരിറ്റി, ബട്ട് ദർ ഈസ് എ പ്രിഫറൻസ് in two preferences are there to the preference holders. That means preference in the repayment of capital. Equity ownership capital ആണെങ്കിൽ പോലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നതിന് മുമ്പ് കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് റിട്ടേൺ കൊടുക്കുന്നതിന് മുമ്പ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ബിഫോർ പേയിങ് ടു ദ ഡിവിഡൻഡ് to the equity shareholders, the preference shareholders have the right to get dividend. നമുക്ക് അതിൽ നിന്ന് ബാക്കിയുള്ള മാത്രമേ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടും. പക്ഷേ അത് ചിലപ്പോൾ കൂടുതലാവാം അല്ലെങ്കിൽ കുറവാകും. ദെൻ പ്രിഫേർഡ് സ്റ്റോക്ക് യൂഷ്വലി ക്യാരി നോ വോട്ടിംഗ് റൈറ്റ്. അപ്പോൾ റിയൽ ഓണേഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ്. പക്ഷേ രണ്ട് പ്രത്യേകതയാണ് പ്രിഫറൻസ് ആണുള്ളത് ഫോർ ദ റീപേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ ടൈം ഓഫ് ലിക്വിഡേഷൻ ഓഫ് ദി കമ്പനി. ദാറ്റ് ഈസ് പ്രിഫറൻസ് ഷെയർസ്. സോ ഈ പ്രിഫറൻസ് ഷെയർസ് നമുക്ക് വി ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ഇങ്ങനെ പറയാം. ദെൻ റെഡീമബിൾ ആൻഡ് ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ദെൻ കുമുലേറ്റീവ് ആൻഡ് നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്. ദെൻ കൺവേർട്ടിബിൾ ആൻഡ് നോൺ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ്. സോ ഇങ്ങനെയൊക്കെ പ്രിഫറൻസ് ഷെയർസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്, അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം പോലെയുള്ള PSCയുടെ അത്തരം എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക്
ഇതിൻ്റെ ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിനെ കുറിച്ചൊരു നോട്ട്, ഒരു പാരഗ്രാഫോ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഓണർഷിപ്പ് സെക്യൂരിറ്റീസ്, ഇക്വിറ്റി, അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ്, പ്രിഫറൻസ് അതിനെക്കുറിച്ചൊരു പാരഗ്രാഫും, ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ജസ്റ്റ് ഇന്ന് പേരെങ്കിലും. ഇനി പ്രിഫറൻസ് ഷെയർസ് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ അത് മാർക്കിനനുസരിച്ച് നമുക്ക് എലാബറേറ്റ് ചെയ്ത് വാട്ട് ഈസ് പാർട്ടിസിപ്പേറ്റിംഗ്, നോൺ പാർട്ടിസിപ്പേറ്റിംഗ്, റെഡീമബിൾ അങ്ങനെ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത്രയാണ് ഈ ഓണർഷിപ്പ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മൾ രണ്ടാമത്തെ പാർട്ട് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ് ആയിരുന്നു. ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി മീൻസ് അത് നമുക്ക് ഡിബഞ്ചേഴ്സാണ്. സോ ഡിബഞ്ചേഴ്സ് മീൻസ് they are the debt capital of the organization. So these debenture represent the they may be the debt capital, and debentures and bonds may be there. So they occupy a very significant place in the financial plan of every company. And simply debenture is an acknowledgement of debt. So actually a debenture holder is a creditor to the organization, to the company. So a debenture is a document under the company's seal which provides for the payment of a principal sum and interest thereon at a regular interval. റെഗുലർ ഇൻ്റർവൽ ഇൻട്രസ്റ്റും അതേപോലെ നമ്മൾ പറയുന്ന എഗ്രിമെൻറ്റ് കഴിയുമ്പോൾ അതിൻ്റെ റീപേയ്മെൻറ്റും എമൗണ്ടിൻ്റെ റീപേയ്മെൻറ്റ് നമ്മൾ അഷ്യൂർ ചെയ്യുന്നതാണ് ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി, അതായത് ഡിബഞ്ചർ അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ഒരുപാട് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് നമുക്ക് നോക്കാം. അത് പ്രധാനപ്പെട്ട ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതിൽ നമുക്ക് പ്രധാനപ്പെട്ട ചിലത് ഒന്ന് പറയാം. സിമ്പിൾ, നെയ്ക്കഡ് ഓർ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. സിമ്പിൾ, നെയ്ക്കഡ് ഓർ അൺസെക്യൂർഡ്, ആ വേർഡിലുണ്ട് അൺസെക്യൂർഡ് ദർ ഇസ് നോ സെക്യൂരിറ്റി അല്ലേ. ദാറ്റ് മീൻസ് ദീസ് ഡിബഞ്ചേഴ്സ് ആർ നോട്ട് ഗിവൺ എനി സെക്യൂരിറ്റി ഓൺ ദ അസറ്റ്സ്. ഇപ്പോൾ ഇവിടെ അസറ്റിൻ്റെ ബേസിൽ സെക്യൂരിറ്റി കൊടുക്കുന്നതാണ് സെക്യൂർഡ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ തന്നെ വേറൊരു ഫോമാണ് സെക്യൂർഡ് ഓർ മോർട്ട്ഗേജ്. ഇപ്പോൾ ഞാൻ നേരത്തെ മേലെ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ദീസ് ഡിബഞ്ചേഴ്സ് ആർ ഗിവൺ സെക്യൂരിറ്റി ഓൺ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ദാറ്റ് ഈസ് സെക്യൂർഡ് ഓർ മോർട്ട്ഗേജ് ഡിബഞ്ചർ. ഓക്കെ, ദെൻ വേറൊരു ടൈപ്പാണ് ബിയറർ ഡിബഞ്ചർ ആൻഡ് രജിസ്റ്റേർഡ് ഡിബഞ്ചർ. ബിയറർ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ബിയറർ, ദാറ്റ് മീൻസ് ദീസ് ഡോക്യുമെൻറ്റ്സ് ആർ ഈസിലി ട്രാൻസ്ഫറബിൾ. ദാറ്റ് മീൻസ് ദീസ് ആർ ബിയറർ ഡിബഞ്ചേഴ്സ് ആർ ജസ്റ്റ് ലൈക്ക് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. That means negotiable instrument, it is transferable. So bearer debenture, debentures are handed over to the purchaser without any registration deed. രജിസ്ട്രേഷനും ഇല്ലാതെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഡിബഞ്ചർ ആണെങ്കിൽ, ടൈപ്പ് ഓഫ് ഡോക്യുമെൻ്റ് ആണ്, ദാറ്റ് ഈസ് കോൾഡ് ബിയറർ ഡിബഞ്ചർ, ഓർ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ദെൻ രജിസ്റ്റേർഡ് ആണെങ്കിൽ ഈ ബിയറിൻ്റെ ജസ്റ്റ് നെക്സ്റ്റ് ലെവൽ, അതായത് ദാറ്റ് കൈൻഡ് ഓഫ് ഡിബഞ്ചർ റിക്വയേഴ്സ് എ പ്രൊസീജിയർ ടു ബി ഫോളോ ഫോർ ദെയർ ട്രാൻസ്ഫർ. അപ്പോൾ ഈസിലി ട്രാൻസ്ഫറബിൾ അല്ല എന്നത്. ദാറ്റ് മീൻസ് ബോത്ത് ദ ട്രാൻസ്ഫറർ ആൻഡ് ദ ട്രാൻസ്ഫറി ആർ എക്സ്പെക്റ്റഡ് ടു സൈൻ എ ട്രാൻസ്ഫർ ഓൺ വൗച്ചർ. The form is sent to the company along with the registration fees. So the name of the purchaser is entered in the register. So അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളതാണ് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സിൻ്റെ പ്രത്യേകത. വേറൊന്നാണ് റെഡീമബിൾ ഡിബഞ്ചർ ആൻഡ് വേറെ ഇറഡീമബിൾ ഡിബഞ്ചർ. റെഡീമബിൾ, ഇറഡീമബിൾ, ദാറ്റ് നെയിം ഇൻഡിക്കേറ്റ്സ് debentures are those who redeem on an expiry of the certain period. ചില പീരീഡ് ആകുമ്പോൾ അത് റിഡീം ചെയ്യും. അത്തരം ഇൻട്രസ്റ്റും പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് പീരിയഡിക്കലി കൊടുക്കും. ദെൻ ഫിക്സഡ് ഡേറ്റ് 5 year 10 year ഒക്കെ ആണെങ്കിൽ ആ ടൈമിന് നമ്മളത് എമൗണ്ട് മൊത്തം പ്രിൻസിപ്പൽ നമ്മൾ റിഡീം ചെയ്യും. ഓക്കെ, ഇറഡീമബിൾ ആണെങ്കിൽ അവിടെ ദർ ഇസ് നോ പേയബിൾ ഓഫ് റീപേയ്മെൻറ്റ് ഓഫ് ദി amount. That means they are payable either on the winding up of the company or at the time of any default of the part of the company. അപ്പോൾ കമ്പനി അതിലെ അഗ്രിമെൻറ്റിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഡിഫോൾട്ട് വരുത്തുകയാലോ അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് മാത്രം റെഡീം ചെയ്താൽ മതി, റീപേ ചെയ്താൽ മതിയെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ്. സോ ഇതാണ് പ്രധാന ബേസിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് ഡിബഞ്ചർ. സിമ്പിൾ ഓർ നേക്ഡ്, അതിൻ്റെ വേറൊരു രൂപമാണ് സെക്യൂർഡ്. ഇത് രണ്ടും ഒരു കാറ്റഗറി. Then bearer debenture and registered debenture, second category. Redeemable and irredeemable. Okay, so നമുക്ക് ഇനിയും ഡിബഞ്ചേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. കൺവേർട്ടബിൾ ആൻഡ് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് തന്നെ നമുക്ക് എന്താണ് രണ്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ that debenture holder has given an option to exchange the debentures into equity shares. ഇക്വിറ്റി ഷെയർ ആയിട്ട് ആ ഡിബഞ്ചർ കൺവേർട്ട് ചെയ്യാൻ പറ്റും ആഫ്റ്റർ എ ലാപ്സ് ഓഫ് എ സ്പെസിഫിക് പീരിയഡ്. ദെൻ ഈ കൺവേർട്ടബിൾ ഡിബഞ്ചർ തന്നെ നമുക്ക് ഹിൻ്റായിട്ട് നിങ്ങളൊന്ന് മൈൻഡിലുണ്ടാവണം. ഇത് ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചറും
പാർട്ടിലി കൺവേർട്ടബിൾ ഡിബഞ്ചർ എന്നതിൽ രണ്ട് ക്ലാസിഫിക്കേഷൻ നടത്താം. FCD ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ, ദെൻ പാർട്ടിലി കൺവേർട്ടബിൾ ഡിബഞ്ചർ, അതായത് PCD. സോ ഫുള്ളി പാർട്ടിലി ആ പേരിൽ അതൊന്നും നമ്മൾ പഠിക്കണം എന്നില്ല, ഇതിലുണ്ട് അല്ലേ. ഫുള്ളി കൺവേർട്ടബിൾ ഡിബഞ്ചർ മീൻസ് they are converted into equity shares after the lapse of certain period that is specified at the time of issue of the such debenture. Then partly ആണെങ്കിൽ they are converted into equity shares partly and the balance is not converted into equity. അത് നമ്മൾ റീപേ ചെയ്യും അഗ്രിമെൻ്റ് അനുസരിച്ച്. അതാണ് കൺവേർട്ടബിൾ ഡിബഞ്ചറുമായി നമ്മൾ അഡീഷണൽ രണ്ട് ഹിൻഡുകൾ മനസ്സിലാക്കേണ്ടത് FDC ആൻഡ് PDC. ഓക്കെ, നൗ സീറോ, ഇനി ഒരുപാട് ടൈപ്പ് ഇതേപോലെ ഉണ്ട്, പുതിയ കുറേ ടേം. സീറോ ഇൻട്രസ്റ്റ് ബോണ്ട് ഓർ ഡിബഞ്ചേഴ്സ്, ദെൻ സീറോ കൂപ്പൺ ബോണ്ട്സ് ഉണ്ട്, ദെൻ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ്, സെക്കൻഡ് ഡിബഞ്ചേഴ്സ്, ഗ്യാരണ്ടി ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെ, അതേപോലെ കൊളാട്രൽ ഡിബഞ്ചേഴ്സ്. സോ എ നമ്പർ ഓഫ് ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആൾസോ. ഇത് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത് ബേസിക് ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ഓക്കെ, ദെൻ ഇനി ഇതിൽ കോർപ്പറേറ്റ് സെക്യൂരിറ്റീസിൽ നമുക്ക് ഇന്നോവേറ്റീവ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന രീതിയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക് കൂടെ ഒന്ന് പരിചയപ്പെടാം. ഇന്നോവേറ്റീവ് ഡെപ്റ്റ്, നമ്മൾ ഇതുവരെ പറഞ്ഞത് ബേസിക് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇന്നോവേറ്റീവ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എന്താണ്, ഇന്ന് ഫസ്റ്റ് ചേഞ്ചിങ് മാർക്കറ്റിംഗ്, ചേഞ്ചിങ് ഇക്കോണമിയിൽ, ചേഞ്ചിങ് ക്യാപിറ്റൽ മാർക്കറ്റ് സിനാരിയോയിൽ നമ്മൾ കോർപ്പറേറ്റ് സെക്ടർ ഒരുപാട് പുതിയ ഇന്നോവേറ്റീവ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ പല ഇക്കോണമിയും നമുക്ക് കാണാൻ പറ്റും. അത്തരം ചില സംഭവങ്ങൾ ഒന്നാണ് ഇക്വിറ്റി വാറൻസ്, അതേപോലെ എന്താണ് സെക്യൂർഡ് പ്രീമിയം നോട്ട്, SPNs എന്ന് പറയുന്നത് സെക്യൂർഡ് പ്രീമിയം നോട്ട്സ്, അതേപോലെ കാളബിൾ കാളബിൾ ബോണ്ട്. ഓക്കെ, അതേപോലെ ഫ്ലോട്ടിംഗ് ഓർ വേരിയബിൾ ഓർ അഡ്ജസ്റ്റബിൾ റേറ്റ് ഓഫ് ബോണ്ട്. ഫ്ലോട്ടിംഗ് ഓർ ആ പേരിലുണ്ട്, ഫ്ലോട്ടിംഗ് ആയിരിക്കും അതിൻ്റെ. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ദിസ് ബോണ്ട് വാരീസ് പീരിയോഡിക്കലി. അത് ഫ്ലോട്ടിംഗ് ആയിരിക്കും, ഇക്കോണമിയുടെ ചേഞ്ച് അനുസരിച്ച് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അർത്ഥം. ഓക്കെ, അതേപോലെ എന്താണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. That means that does not carry any interest, but it is sold by the issuer company at a deep discount from its price eventual maturity value. So അപ്പോൾ ഇന്ത്യയിലൊക്കെ IDBI ഒക്കെയാണ് ഇത്തരം ഡീപ്പ് ഡിസ്കൗണ്ട് ബോൺസ് ഒക്കെ ഇഷ്യൂ ചെയ്തത് ആദ്യമായിട്ട്. എനിവേ, നമുക്ക് അതേപോലെ വേറെ ഒന്നാണ് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ബോണ്ട്. ഇതെല്ലാം ന്യൂ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ജനറലായിട്ട് നമുക്കൊന്ന് ഔട്ട്ലൈനായിട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കോർപ്പറേറ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഡെപ്റ്റ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൽ കോർപ്പറേറ്റിന് ഫണ്ട് റൈസ് ചെയ്യാൻ നമുക്ക് രണ്ട് ഏരിയ ആണ് പറയുന്നത്, ഓണർഷിപ്പ് സെക്യൂരിറ്റീസ്, ദെൻ ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റീസ്. ദെൻ ഓണർഷിപ്പ് സെക്യൂരിറ്റീസിൽ തന്നെ നമ്മൾ ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്, ക്രെഡിറ്റർഷിപ്പ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞു. ഇനി അതിൽ തന്നെ ഇക്വിറ്റി ഷെയർസ് നമുക്ക് ഓണർഷിപ്പാണ്, അതിൻ്റെ ഫുൾ റൈറ്റ് ഉള്ളതാണ്, റിയൽ ഓണേഴ്സാണ്. പ്രിഫറൻസ് ഷെയർസിൻ്റെ ടൈപ്സ് പറഞ്ഞു, ഡിബഞ്ചേഴ്സ് അതിൻ്റെ ടൈപ്പും ന്യൂ ആൻഡ് ഇന്നോവേറ്റീവ് ടൈപ്പ് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ടൈപ്പ് ചെയ്യാം, അതിന് പറ്റുന്നത്ര ഹെൽപ്പുകൾ ചെയ്യാൻ റെഡിയാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.